കഴിഞ്ഞ ക്ലാസ്സിൽ കുണ്ടലം വരച്ചു. ഇനി നമുക്ക് താഴേക്ക് മാല സെറ്റ് ചെയ്യണം. നിക്ഷം എന്ന് പറയും, ഗ്രൈവേഗം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ മാല സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കഴുത്ത് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, മാല കാണിക്കുമ്പോൾ കഴുത്ത് പ്രാധാന്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, കഴുത്ത് 9 അങ്കുലമാണ് വീതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് ഒരു 4.5 അങ്കുലം, 4.5 അങ്കുലം ഈ ഒരു കോളം ഉണ്ടല്ലോ, 3 അങ്കുലയുടെ ഈ കോളം, ഇതിൻ്റെ സെൻറ്റർ കാണാം. ഏത് നമ്മുടെ ഈ എഡ്ജ് ലൈൻ കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കർവ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ കഴുത്ത്. ബാക്കി പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഷോർട്ടായി പോകുന്നു. പക്ഷെ നമുക്കിതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഈ മാല വരുമ്പോൾ പിന്നെ കഴുത്ത് കാണില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ കഴുത്തിനായിട്ട് മാറ്റി വെച്ച ഈ ലൈനിൽ നിന്ന് ഇവിടേക്ക് കഴുത്തിൻ്റെ ഈ അളവ് മാർക്ക് ചെയ്യണം കേട്ടോ. 9 അങ്കുല, ഇവിടെയും 9 അങ്കുല. അപ്പോൾ 4.5 അങ്കുല ഇവിടുന്ന് എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ അതിനെ ഒരു ആർച്ചാക്കി എടുക്കാം. ഇതുപോലെ ഒരു ആർച്ച എടുക്കുക. ഇനി ഇതിനെ ഒരു ഇടരേഖയാക്കി മാറ്റണം. ഇടരേഖ എന്ന് പറയുമ്പോൾ 3/4 അങ്കുലം അല്ലേ, 3/4 അങ്കുലയിൽ ഇങ്ങനെ ഒരു ഇടരേഖയാക്കി മാറ്റുക കേട്ടോ. ഇവിടെയെല്ലാം നിങ്ങൾ ഇടരേഖയാക്കി മാറ്റണം. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല, ഒരു സാമ്പിൾ ഇത്രേ കാണിക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഇവിടെയെല്ലാം നിങ്ങൾ 3 ആക്കി ഡിവൈഡ് ചെയ്യണം. ഇനി ചെയ്യേണ്ടത്, നമുക്ക് മൊത്തം 4.5 അങ്കുല വേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് എടുത്താൽ മതി, ഫസ്റ്റ് ലൈൻ തന്നെ ഒരു 4.5 അങ്കുല. ഇവിടേക്ക് ഒരു 4 അങ്കുല എടുക്കുന്നുണ്ട് ഞാൻ, അതായത് ഫസ്റ്റ് ലൈൻ എടുക്കുന്നുണ്ടോ. ഇവിടേക്കും ഇങ്ങനെ ഒരു ചെരിച്ചിട്ട് 4 അങ്കുല. ഇതിനെയും ആർച്ചാക്കി മാറ്റണം. ഇത് ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഷേപ്പാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ 2 ടൈപ്പ് നായകമണി പഠിച്ചിരുന്നു അല്ലേ. അതിൽ ആദ്യത്തെ ടൈപ്പ് ഒരു ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ആ ഒരു നായകമണി ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 അങ്കുലം എടുക്കുന്നു. 5 6 എടുക്കാം, ഞാൻ 5 എടുക്കുന്നുണ്ട്. 2.5 അങ്ങോട്ടും 2.5 അങ്ങോട്ടും. ഇതിനൊരു ഹാർട്ട് എങ്ങനെ ഇവിടെ കോർണർ വേണ്ട, അങ്ങനെ ഇവിടെ ഷേപ്പ് ചെയ്യണം. ഈ ഒരു ഷേപ്പ് ഇതാ, ഈ ഒരു ഷേപ്പ്. ഇവിടെ കോർണർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ഓവനാക്കി എങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. ഈ രീതിയിൽ ഷേപ്പ് ചെയ്തു. ഇനി അറിയാലോ, നമ്മുടെ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. ഈ ഒരു ഷേപ്പ് ഇവിടെ വരച്ചെടുക്കാം. അപ്പോൾ ഈ ഷേപ്പിൻ്റെ ഹൈറ്റ് 2 അങ്കുലം, ഇവിടുന്ന് നിന്നുള്ള വീതി 2 അങ്കുലം, ഇത് പിന്നെ ഒരു 1.5 അങ്കുലം, ആ രീതി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ മുന്നേ ചെയ്ത സെയിം ഡിസൈൻ തന്നെ. ഇതിന് 3/4 അങ്കുലയിൽ രേഖ ഇങ്ങനെ കറക്കിയെടുക്കുക. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്.
ഇതുപോലെ മൊത്തം ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നായകമണി വരച്ചതിൽ 2 അർദ്ധ നായകമണി വരയ്ക്കണം ഇവിടെ. ഇതുപോലെ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും വരയ്ക്കണം കേട്ടോ. ഞാൻ ഒരു സൈഡേ കാണിക്കുന്നുള്ളൂ. അർദ്ധനായകമണി ഞാൻ എത്ര വീതി കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു 4.5 അങ്കുലം ഞാൻ വീതി കൊടുത്തിട്ടുണ്ട്. 4.5 അങ്കുലം. എന്നിട്ട് ഹൈറ്റ് ഈ എഡ്ജ് ലൈൻ വരെ 1 അങ്കുലം 3/4 അങ്കുലേക്ക് മാറ്റിയിട്ട് ഇടരേഖയ്ക്ക് ചെയ്യാം. 1 അങ്കുലം മാറ്റിക്കോളും, അല്ലെങ്കിൽ ഈ 3/4 ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇടരേഖയ്ക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ലൈന് 3/4 അങ്കുലം. ഇത് ഇടരേഖയാണ്. ഓക്കെ. ഇനി ഇവിടെ ആ മച്ചുരുള്, ഇവിടെ മണിമാല, ഇതൊക്കെ നമ്മുടെ സെയിം. ഇത് അതുപോലെ ഇവിടെയും സെയിം. ഇതൊക്കെ നമ്മുടെ ആ സെയിം ഡിസൈൻ തന്നെ. ഇവിടെ ഞാൻ വേറെ കാണിക്കുന്നില്ല. ഇവിടേക്ക് ആ മച്ചുരുളി വരും. ഇവിടെ മണിമാലയും വരും, ഇവിടെ മണിമാല വരും. ഇവിടേക്ക് നിങ്ങൾ ഇടരേഖ സെറ്റ് ചെയ്തെടുക്കുക. ഇവിടെയും മണിമാല സെറ്റ് ചെയ്യാം. ഞാനിവിടെ മണിമാലെല്ലാം സെറ്റ് ചെയ്തു, ഇടരേഖ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തു. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഔട്ടർ ഇതുപോലെ ഇവിടെയും ചെയ്യണം കേട്ടോ. ഇനി ഒരു അകലം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഡിസൈനിൽ നിന്നും ഏകദേശം 1.5 അങ്കുല ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിന്നും ഇതിൻ്റെ ഗ്യാപ്പ് 1.5 അങ്കുല, ഏകദേശം ഈ ഒരു ഭാഗത്ത്. ഓക്കെ, ഞാൻ വിട്ടുപോയതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 അങ്കുല മാറ്റിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ലൈൻ പോകണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ വരയ്ക്കേണ്ട, നമ്മുടെ ഇത് ചെയ്തിട്ടില്ലല്ലോ. ഇതിങ്ങനെ പോകണം, മൊത്തത്തിൽ ഇങ്ങനെ പോകണ്ടത്. ഇവിടെ അതിൻ്റെ ബാക്കി കാണിച്ചു. ഇനി ഇടരേഖ ചെയ്യണം. 3/4 അങ്കുലയിൽ 3 ആക്കുക. ഇത് ഒരു ഇടരേഖയായി. ഇനി ഒന്നും കൂടി കാണിക്കണം. അപ്പോൾ നമുക്ക് ഇനി 1/2 അങ്കുലം വെച്ചാൽ മതി. 1/2 അങ്കുലം എന്നിട്ട് വീണ്ടും ഇതിന് വൈറ്റിങ് ശരിയാക്കുക. 1/2 അങ്കുലൂടെ വെച്ചു. 2 ഇടരേഖ കൂടി ചേർന്നാൽ എങ്ങനെയുണ്ട്, അതുപോലെയായി. 3 കവറിങ്ങും 2 ഇടരേഖ. ഓക്കെ, ഇതുപോലെ ഇവിടെയും ചെയ്യാം കേട്ടോ. ഈ ഡിസൈൻ ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ വരും, അതായത് ഏകദേശം ഇങ്ങനെ ഇവിടെയും ഇതുപോലെ 3 ഇതേ വീതി തന്നെ സെയിം. ആദ്യം 3/4 വെച്ചിട്ട് പിന്നീട് അല്ലെങ്കിൽ മൊത്തം 1.25 വെച്ചാൽ മതി, അപ്പോൾ കിട്ടും. ഇതുപോലെ ഈ സെയിം സാധനം തന്നെ. അത് ഇവിടുന്ന് ഈ കോർണറിൽ നിന്നും ഇങ്ങനെ ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് വരുന്നത്. അങ്ങനെ കുറച്ച് കർവ് ചെയ്തതിന് വരും കേട്ടോ. ബാക്കിൽ പോകും. ഇനി ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഇവിടെയും ഒരു മുച്ചുരുള. ഓക്കെ, ഇവിടെ പിന്നെ കാണിക്കണം, പക്ഷെ ഇവിടെ സ്ഥലമല്ല. ബാക്കിയുള്ളിടത്ത് മണിമാല. ഇവിടേക്ക് മണിമാല. ഇങ്ങനെ വരും ഈ ഡിസൈൻ. നിങ്ങൾ 2 സൈഡിലും ചെയ്താൽ ഇതുപോലെ ഇരിക്കും. നിക്ഷം എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രൈവേഗം എന്നൊക്കെ പറയും കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഈ ഡിസൈൻ ചെയ്യുക. മണിമാല ഈ നായകമണിയുടെ ഷേപ്പ് അറിയാമല്ലോ, അത് ഇതുപോലെയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.